ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ വിഷുവാഘോഷം കാക്കനാട് കോക്കുൻ്റെ വീട്ടിലാണ്. അപ്പോഴത്തേ നമ്മുടെ അവിടെ ഉണ്ണിയമ്മ നമ്മുടെ അവിടെ പടക്കം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് നോക്കാം, ഉണ്ണിയമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കാം എന്താണ് ഉണ്ണിയമ്മ ചെയ്യുന്നതെന്ന്. എന്താണ് ഉണ്ണിയമ്മ? എന്ത് കണ്ടില്ല? അതല്ലേ ചോദിക്കുന്നത്, പറ. അതേ അറിയൂ, പൊട്ടിക്കാൻ അറിയില്ല വഴി. യെസ്, അത്രയും നമ്മൾ പൊട്ടിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്. കണ്ടോ ഗൈസ്. പിന്നെ ഉണ്ണിയുടെ അത്ര വലിപ്പമുള്ള കമ്പിത്തിരിയൊക്കെ ഉണ്ട്. കൊക്ക് അത് ആർക്കും കൊടുക്കാതെ പുള്ളി കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാക്കർക്ക് അവനുണ്ട് കണ്ടോ, ചാക്ക് വരുന്ന വരവ് കണ്ട ഗൈസ്. ചാക്കാണിത്, നമ്മുടെ ചാക്ക് മാസാണ് പുള്ളി ഗൈസ്. കോക്കാപ്പി തിരി തെളിക്കാനുള്ള പരിപാടിയിലാണ്. കോക്കാപ്പി എവിടെ വെക്കണ്ടേ, അതെവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് അഭിപ്രായം പറയട്ടെ. ആ അതെ, വെയിറ്റ് ചെയ്യണം ഗായ്സ്. നമ്മൾ ആദ്യത്തേത് കത്തിച്ചു. നമ്മുടെ ചാക്കിന്റെ ഒരു കമ്പിത്തിരി, അത് അങ്ങനെ ഒരു വർത്താനോ. ദീപം ദീപം ഗായ്സ്. ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കാൻ അറിയില്ലാത്ത പയ്യനാ, എന്ത് ചെയ്യാനാ. ആ ഇൻട്രോ ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കമ്പിത്തിരി കത്തിക്കാൻ പോണത്. റെഡി, മാറ്റി എടുത്തോടാ ഇത്. ആരും കത്താണി പെട്ടെന്ന് പെട്ടെന്ന്. ആ അങ്ങനെ വെച്ച് നോക്കി, ഒരാളുടെങ്കിലും കത്തിക്കാൻ പറ്റുന്നു. ആ എന്റെ കത്തുന്നു തോന്നുന്നുണ്ട് ആദ്യം. ആ വെച്ചോ വെച്ചോ, എന്നാലും ചെറുതായിട്ടൊന്നും തീയാണോടത്തൊക്കെ വെച്ചോ. ആ എല്ലാരും ചേർത്ത് വെക്കാം. ഓക്കെ. അയ്യോ, ചാക്ക് പൂഞ്ചി, ചാക്ക് പൂഞ്ചി ഗായ്സ്. നമ്മുടെ ഫസ്റ്റത്തെ പച്ചക്കമ്പിത്തിരി. പട്ടി ഷോ ഗൈസ്. ഗൈസ് നമ്മുടെ 1300 കളഞ്ഞിട്ടാ പുള്ളി നിൽക്കണേ. കണ്ടാ എന്റെ ഷോ കാണിക്കണ കള്ളപ്പാട്ട് പോവാ ഗായ്സ്. അപ്പൊ നമ്മൾ അടുത്ത സാധനം കത്തിക്കാൻ പോണ ഇതാണ്. നമ്മുടെ അടുത്ത കോക്ക് പേടിച്ച് മാറിയിരിക്കണം. മേടിച്ച് അയ്യേ പേടിച്ചിട്ടുണ്ട്. അയ്യേ ഇങ്ങനെ ഇങ്ങനെ പിടി. അയ്യേ പുള്ള കിട്ടുപോയി. അവനെ കിട്ടിയാ, അവനെ പൊള്ളിയിട്ട് വീട്ടിൽ പോണ്ടേ. അടുത്ത കമ്പിത്തിരി അവന്റെ പേര് പറഞ്ഞപ്പോഴേ സാധനം കിട്ടുപോയി. അതല്ലേ ഞാൻ പറയാൻ വന്നേ. റെഡ് കളറാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. എന്റെ ഒരു തീ പിടിച്ച് എന്ത് പറഞ്ഞ എന്നിട്ട് കത്തല്. അതേ എടാ കാണിക്കടാ എന്നാ വച്ചാലേ. ഞാൻ ഉണ്ണിക്ക് തീ പറഞ്ഞു സാർ. പട്ടി ഷോ എന്താ ചെയ്തൊക്കെ അറിയോ. അകത്തെ ഇതുകൊണ്ട് കിടൂരല്ല മോനെ.
അയ്യോ കോക്ക് തോറ്റു. അതൊന്നും തീരാത്ത കോക്കു ഗായ്സ്. നമ്മൾ ഈ സാധനം കത്തിക്കാൻ പോവാണ്. കോക്കു ആണ് കത്തിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ണിക്ക് അതിന്റെ ആഗ്രഹം ഉണ്ടെന്നാണ് പറയണത്. സാധനം ഇവിടെ ഗായ്സ് എന്തോ മുകളിലേക്ക് പോയായിരുന്നു, ഒന്നും കണ്ടില്ല. ഇപ്പൊ തടിയെ മോന്ത് വയ്ക്കും ഒറ്റ പൊങ്ങല്. ഗായ്സ് മൂഞ്ചി ഗായ്സ്. സ്മോക്ക് ബോംബായിരുന്നു, സ്മോക്കായിരുന്നു അത് ഗായ്സ്. ഏതോ ചക്രം പൊട്ടി ഗായ്സ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മര കൊല്ലാൻ പോണത് ഗായ്സ്. ഇവിടെ നമ്മാർ അവിടെ എത്തി. തടിയ വന്നണ്ട, തടിയിലിപ്പോ തീർന്നേനെ. ഉണ്ണിയമ്മ ഷോ കാണിച്ച് പടക്കം പൊട്ടിക്കാൻ പോകുന്നു. പടക്കം പൊട്ടി ചിലപ്പോ അവരെ കയ്യിൽ തന്നെ പൊട്ടും. അത്രയും പറഞ്ഞു ഗായ്സ്. വെറും മൊന്ന. അവന്റെ മോന്ത കണ്ടോ? അവന്റെ മോന്ത കണ്ടോ? പുള്ളി പടക്കം പൊട്ടിക്കണേ പുള്ളി. തീ കാണിച്ചിട്ടേ എന്നാ പിടിച്ചോ. അതാ റഷീദ്. അയ്യോ ആശേട്ടൻ കത്തിക്കാൻ നോക്കട്ടോ. ഇത് കത്തി, അതും കൂടി കത്തി. അതാ ഷുട്ടി പിന്നെയും കൊണ്ട് വന്നിട്ടുണ്ട്. അടിപൊളി. ഇപ്പൊ കാറ് പൊട്ടിയല്ലേ, അപ്പുറത്തെ കാറ്. കത്തുന്നുണ്ടോ? അയ്യേ ചീറ്റിപ്പോയി. പേടിച്ച് പൊട്ട. ഗ്രനേഡ് എന്റെ നോക്കായി ഉണ്ണിയവൻ നോക്കായി. നിനക്ക് പ്രാന്താ ക്യാമറ ഇട്ടിട്ടേ. എന്റെ അടുത്താളോടെ പുള്ളി പൊട്ടിക്കണത്. ഭ്രാന്താണ് പഞ്ഞി. ഹാപ്പി ദിവാലി. പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ കണി വെക്കാൻ പോവുകയാണോ? യെസ്. യൂണിയൻകാരാണ്. ഇത് നീല യൂണിയൻ, ഇത് ചുമന്ന യൂണിയൻ, ഇത് കറുത്ത യൂണിയൻ ഉണ്ടായില്ലോ. അതെ, കറുത്ത യൂണിയൻ.
അകറ്റി നിർത്തി. ഹലോ ഹായ് പറയാം, ഹായ് പറയാം, ഹായ് അടിക്കും. ഹലോ എന്തുതാടേ അച്ഛൻ കൊടുത്തേ അറിയില്ല. ഓക്കെ അത് 100 മൂത്താള് നടന്നു തലലിനെ വിളിക്കുന്നു. കാല് പിടിക്കില്ല. സമ്മാനം കിട്ടിയതല്ല. എന്താടാ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റലായിട്ട് വന്നാണ്. വായിക്കാൻ പറ്റുള്ള മൂത്താളെ വിളിക്കുന്നത്. മൂത്താള് വീണ്ടും അടുത്താള് വന്നിരിക്കുന്നു. എന്ത് ലോകമിത്ര നീയല്ലേ സാദി വിളിച്ചെടുത്ത മരിച്ചിട്ടു. അതല്ലേ കണ്ട രോഹിത്ത നീയല്ലേ എന്താ നീ കല്യാണം കഴിക്കാൻ പോണാ?
എല്ലാവരും പറഞ്ഞോട്ടാ കവർ വെച്ചിട്ട് അപ്പൊ എന്റെ കമാറുവിന്റെ വിശ്വാസം ഗോപിമിത്ര എന്റെ പേരൊക്കെ എഴുതുന്നു സൈവ ചെല്ലു രണ്ടാമത്തെ തലമുറയ്ക്ക് ആദ്യത്തെ കത്ത് കൊച്ചിന്റെ ആദ്യത്തെ കത്ത് സ്പെല്ലിംഗ് തെറ്റാ ഞാനവിടെ എഴുതിയത് നിനക്ക് നല്ല സ്പെല്ലിംഗ് ഒക്കെ വേണം കഴിഞ്ഞു ഞാനല്ലോ പറയണ്ടേ എന്താ കാണിക്ക് കാണിക്ക് ഉടുപ്പ് ശിവ നോക്കി ക്യാമറയിലോട്ട് അത് ചേട്ടന് ചേച്ചിയല്ലേ ചേട്ടനും കൂടെ വാ ചോറാദ്യം ചോറ് പിന്നീട് അതെ ആ പപ്പടം സ്പെഷ്യലാണ് അത് മാറ്റി ആ കളറുള്ള പപ്പടം മാറ്റി ആ നന്നായിട്ട് പൊരിഞ്ഞ പപ്പടം അത് ആ അത് മാറ്റിക്കൊടി സാമ്പാർ എടുത്താൽ സാമ്പാർ എടുത്താൽ
ബാക്കി ആരുടെ ഇലയിൽ എനിക്ക് ശ്രദ്ധിക്കണ്ട, ഈ ഇല ശ്രദ്ധിക്കണം, അവിടെ കുറച്ചിട്ടാ മതി. ചോറ് വേണേ തരാം. താഴെ ഇത് പരിപ്പല്ലേ? ആ, വരുന്നു. ചായ മാറ്റണം, ചായ മാറ്റിട്ട് അതാ ഇല മാറ്റിക്കേ. ആ ഇലേന്റെ വെള്ളമല്ലേ അതുകൊണ്ട് തിന്നു. അതൊന്നും മാറ്റണ്ട. ഇത്തിരി അത് വെച്ചില്ലെങ്കിൽ എന്താ വയറ്റില്ല. വയറ്റിലെത്തല്ലേ ചോറ് തരാനുണ്ടോ? അല്ല രണ്ട് പേരെ ഓരോടെ വെച്ചിട്ടുണ്ടോ? പായസം കുടിക്കാൻ പാലിട്ടേക്കായിരുന്നു അല്ലേ? കാരണന്മാരോടൊപ്പം ഒരാള് കയറി 50 ആല് വെച്ച് അവിടുത്തെ ഫാനിലായിരുന്നില്ലേ? അച്ഛനെ മരക്കുള്ള ഇതിന് ചോറ് കളഞ്ഞിട്ടില്ലേ? അത് ഞങ്ങൾ വരുമ്പോ സാമ്പാർ എടുത്തോളൂ. ഒരാളിരിക്കേ
ചോറും പയറും. അരി പയറ് കൂടെ ഉണ്ട്. പറ. വിഷുക്കഞ്ഞി അരി പയറ് പാല് പഞ്ചസാര നെയ്യ് കിസ്മിസ് ഏലക്കായ നല്ലതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട്. അടിപൊളി ചോറല്ല ചോദിച്ച മറ്റേ നമ്മുടെ വിഷുക്കഞ്ഞി എങ്ങനെയുണ്ട്? കഞ്ഞി കൊടുത്തില്ലേ? കഞ്ഞി ആവണല്ലോ കറി കൊടുക്കണ സ്ഥലത്തിന് കറി കൊടുക്കണ ഗുഡ് എക്സ്പ്രഷൻ. ഭക്ഷണം കഴിച്ചിട്ട് പോസ് ചെയ്യേ എങ്ങനെ ഇരിക്കണോ വായിലേക്ക് എടുക്ക് ഞാൻ ചോറിനെ കഴിക്കുന്നത് കൊണ്ടുവന്ന ഇപ്പം കൊണ്ടുവന്നട്ടാ. ഇവിടെ എത്തിയില്ല. ജ്യോതി അച്ചാറ് ആദ്യം. അവന് വലിയ ഡയറ്റൊക്കെ ആയിരിക്കും ഡയറ്റൊക്കെ സാമ്പാറാണെന്ന് അറിയാണെങ്കിൽ ചെന്തടേ നിലവിൽ പായസം കുടിക്കുന്നവരല്ല ഞങ്ങളോട് വീഡിയോ ഒക്കെ എടുക്കണ്ടേ കളിക്കടാ തെറ്റ് പപ്പടം ഈ പൊടിയെ കൊണ്ട് അവന്റെ പുറത്ത് പായസം കൊണ്ട് പൊടി പോകും. അയ്യോ പണിയായില്ല കൊണ്ടുവരുമോ? ആൾക്കൂടെ 2 ഗ്ലാസ് പായസം വിളമ്പേനാണ് ഈ നേരം ഞങ്ങൾ ചെയ്തതിന് വേർപ്പില്ല 2 ഗ്ലാസ് അതാണ് അല്ലാണേ അവനായിരുന്നു മൊത്തം വിളമ്പേക്കുന്നത് ആണോ അല്ല ആർക്കാ വേണ്ടേ അവസാനം ഒരാളെ വിളമ്പാറുണ്ടാവുള്ളൂ ആദ്യം എല്ലാവരും വേണോ ഇവിടെ ക്ലീനാണ്.